ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫാത്തിമാസ് കിച്ചൺ. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും വളരെ വെറൈറ്റിയുമായ ഒരു റെസിപ്പിയാണ് ഇറാനി ചിക്കൻ കറി. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് ചൂടായിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് 2 സവാള നൈസായി അരിഞ്ഞതിന് ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കൊന്ന് കോരിയെടുക്കാം. കുറച്ച് കാഷ്നട്ട് കൂടി ചൂടായിരിക്കുന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിനു ശേഷം ഒന്ന് കോരിയെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ മാത്രമേ വരാൻ പാടുള്ളൂ, കരിഞ്ഞു പോവരുത്. കോരിയെടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ ഒരു 4 സവാള അരിഞ്ഞത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുവിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിലേക്ക് ഒരു 7 പച്ചമുളകും കൂടി മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നത് വരേക്കും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ലതുപോലെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. 3 തക്കാളി അരിഞ്ഞു വെച്ചിരുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 കപ്പ് പുതിന അരിഞ്ഞു വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 കിലോ ചിക്കൻ ചെറിയ പീസസ് ആക്കി വെച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ കസൂസും കൂടി നല്ലതുപോലെ വറുത്ത് പേസ്റ്റ് ആക്കി വെച്ചതാണ്, അരച്ച് നല്ലതുപോലെ മിക്സ് ആക്കി വെച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് നമുക്കൊന്ന് വേവാൻ വയ്ക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് 1 ടീസ്പൂണോളം കാണും അത്രയും കസൂരി മേത്തി ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. 1 പിടി മല്ലിയില കൂടി ചെറുതായി അരിഞ്ഞു വെച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനുശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും സവാളയും കൂടി നല്ലതുപോലെ പേസ്റ്റ് ആക്കിയതാണ്, അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് തിളക്കാൻ വെക്കണം. നല്ലതുപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും വളരെ വെറൈറ്റിയുമായ ഇറാനി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.